ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് തിരിച്ച് നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാം എന്നുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, എന്തായിരിക്കും ഇങ്ങനെ പറയാനുള്ള റീസൺ? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു തോട്ടാണ്. അപ്പോൾ ആ ഒരു തോട്ടിനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് എന്തായിരിക്കും അതിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒരുപാട് നാളായി കാണുന്നു, സംസാരിക്കുന്നു, ഇടപഴകുന്നു, ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പോലെയൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവർ വേണ്ടാന്ന് പറയുന്നത്, അവരൊരിക്കലും ഒരു റൊമാൻറ്റിക്കൽ ഫീലോട് കൂടിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയോ ഇടപെടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അവർ എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു സുഹൃത്തായിട്ട്, നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊക്കെ ആയിരിക്കും അവർ കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതങ്ങനെ തന്നെ കാണാനായിരിക്കും കൂടുതലായിട്ടും താല്പര്യം. ഒരു റിലേഷൻഷിപ്പായി, പിന്നെ കൂടുതൽ ഓവർ പൊസസീവായി, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലോട്ടോ മറ്റൊന്നും പോവാൻ അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്, അവർക്ക് നിങ്ങളോടൊരു റൊമാൻസ് ഫീല് അത് തോന്നുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ അവർ ഇതുവരെ ആയിട്ടും അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമുക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, മേ ബി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്സിനോ ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങളൊരു ബാഡ് ടൈമിലായിരിക്കും നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന മനസ്സെന്താണ്, അവരുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ചിലപ്പോൾ അവരൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു പെയിൻ തന്നെ മാറുന്നേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴാണ് അടുത്തൊരു പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ മാത്രമല്ല, അവർക്കിപ്പോൾ അടുത്തൊന്നും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ബാഡ് ടൈമിലാണ് നമ്മുടെ പ്രപ്പോസലെങ്കിൽ ആ സമയത്തും റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാം എന്ന് പറയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. തുടർന്ന് വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കേട്ടിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പാച്ചപ്പ് ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യും. താങ്ക്